ധ്യാന നിർദ്ദേശം 1. ശരീരത്തിൻ്റെ സ്ഥിതി. ശാന്തമാകാനുള്ള ആഗ്രഹത്തോടുകൂടി തുടങ്ങുക. സുഖകരമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുക. നിങ്ങൾ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിലും സ്റ്റൂളിൽ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുഷനിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുകയാണെങ്കിലും അരമണിക്കൂർ സുഖകരമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഇരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തിരിക്കുക. ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് ശരീരത്തിൽ നിങ്ങൾക്ക് എന്താണ് അനുഭവമുണ്ടാകുന്നത് എന്ന് ഒരു നിമിഷം ശ്രദ്ധിക്കുക. അതിൻ്റെ അനുഭവങ്ങൾ എന്താണ്? ഭാരമുള്ളതാണോ? സമ്മർദ്ദമുള്ളതാണോ? ചൂടുള്ളതാണോ? തണുപ്പുള്ളതാണോ? വേദന ഇല്ലാത്തതാണോ? സുഖകരം അല്ലാത്തതാണോ? അത് എന്താണെങ്കിലും ഒരു നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വിനിയോഗിക്കുക. ശരീരത്തിലെ അനുഭവങ്ങൾ ശരിയോ അല്ലെങ്കിൽ തെറ്റോ അല്ല. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ശരീരത്തിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ അനുഭവം എന്താണ്? തുടക്കത്തിൽ നിങ്ങൾ എന്താണ് അറിയാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തു എന്താണ്? ഇനി ശ്രദ്ധ നട്ടെല്ലിലേക്ക് കൊണ്ടുവരിക. ശരീരത്തിനെ നിവർന്നിരിക്കാൻ അനുവദിക്കുക. അതിൽ ഒരിക്കലും സമ്മർദ്ദം ചെലുത്തരുത്, കടുംപിടുത്തം പിടിക്കരുത്, മുറുക്കി പിടിക്കരുത്. ഒരു പൂ വിരിയുന്നത് പോലെ ശരീരത്തെ നിർത്തുക. ഒരു കാട്ടിൽ നിൽക്കുന്ന ഒരു ചുവന്ന മരത്തെ പോലെ നമ്മുടെ ശരീരത്തെ നിവർത്തി വയ്ക്കുക. പ്രകൃതിയാ തന്നെ അത് ബലമുള്ളതാണ്, ഉറപ്പുള്ളതാണ്, മുകളിലേക്ക് വളരുന്നതാണ്. ശരീരം നിവരുന്നതായിട്ട് അനുഭവിക്കുക. അതേപോലെ തന്നെ ശരീരത്തെ മുകളിലേക്ക് വളരുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു വലിയ വൃക്ഷം പോലെ. ശരീരത്തിൻ്റെ മധ്യത്തിൽ കാതലായുള്ള ഒരു തടിയുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിനു ചുറ്റും ചെറുതും വലിയതുമായിട്ടുള്ള ശാഖകൾ പരന്നു കിടക്കുകയാണ്. അതിൻ്റെ ചില്ലകളിൽ ധാരാളം ഇലകൾ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ തടിയാണ്, കാതലാണ് നമ്മളുടെ നട്ടെല്ല്. അതിനാൽ ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളും നട്ടെല്ലിന് ചുറ്റും ആയിട്ട് അയച്ചു വിടുക. ഒരു തടിക്ക് ചുറ്റും അതിൻ്റെ ചില്ലകൾ തൂങ്ങി നിൽക്കുന്നത് പോലെ അതിനു ചുറ്റുമാണ് ചെറിയ ചില്ലകളും അതേപോലെ തന്നെ ഇലകളും വിന്യസിച്ചിരിക്കുന്നത്. അതിനാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും അയച്ചു വിടുക. സമ്മർദ്ദമില്ലാതെ ഇരിക്കുക. സുഖകരമായിട്ട് ഇരിക്കുക. ശരീരത്തിൻ്റെ നിരീക്ഷണം. അതിനുശേഷം മുഖത്തിലെ സംവേദനകൾ അനുഭവിക്കുക, തലയിലെ സംവേദനകൾ അനുഭവിക്കുക. എന്നിട്ട് ശരീരത്തിൽ മുഴുവനും മനസ്സുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മുഴുവൻ ശരീരവും എത്ര കണ്ട് റിലാക്സ് ചെയ്യുന്നു എന്ന് അറിയുക. ആദ്യമായിട്ട് മുഖത്തിലെ സംവേദനകൾ അറിയുക, നെറ്റിയിലെ സംവേദനകൾ അറിയുക, കണ്ണിന് ചുറ്റുമുള്ള സംവേദനകൾ അറിയുക. അവിടെ എന്തെങ്കിലും സമ്മർദ്ദമോ അല്ലെങ്കിൽ മുറുക്കമോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ബോധപൂർവം അവിടെയുള്ള പേശികളെ അയച്ചുവിടുക. അതിന് ശേഷം മുഖത്തിന് ചുറ്റുമുള്ള സംവേദനകൾ അറിയുക, താടിയെല്ലിലെ സംവേദനകൾ അറിയുക. അവിടെ നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടാകുന്നത്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ പിരിമുറുക്കമോ ഉണ്ടോ? നിങ്ങളുടെ താടിയെല്ല് വലിഞ്ഞു മുറുകിയിരിക്കുകയാണോ? ബോധപൂർവം ശരീരത്തെ മൃദുവാക്കുക. ശരീരത്തിലുള്ള സമ്മർദ്ദത്തെ അയച്ചുവിടുക. ഈ മൃദുവായിട്ടുള്ള റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടൽ ശരീരം മുഴുവൻ പരക്കുന്നതായിട്ട് അനുഭവിക്കുക. ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പ്രവഹിക്കുന്ന സൂര്യപ്രകാശം പോലെ അത് എല്ലാ ചില്ലകളിലും അതേപോലെ തന്നെ കൊമ്പുകളിലും ഇലകളിലും കൂടി താഴേക്ക് പരക്കുന്നു. എല്ലാം മൃദുവാകുന്നതും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നതുമായിട്ട് മനസ്സിലാക്കുക. നമ്മളുടെ ശരീരം മുഴുവനും വളരെ മൃദുവായിട്ട് സൗമ്യമായിട്ട് റിലാക്സ് ചെയ്യുന്നത് മനസ്സിലാക്കുക. തലയിൽ നിന്ന് താഴോട്ട് മുഖത്തേക്ക്, കഴുത്തിലേക്ക്, തോളിലേക്ക് ബോധപൂർവം അവയെ അയച്ചുവിടുക. അവയിലുള്ള സമ്മർദ്ദം ഇല്ലാതാക്കുക.
മൃദുവാക്കുക, അയച്ചു വിടുക. നമ്മളുടെ പേശികൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത്, മൃദുവാകുന്ന സമയത്ത് അതിൻ്റെ അനുഭവം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെ അതെങ്ങനെയാണ് ബാധിച്ചത്? ശരീരം അയച്ചു വിടുന്ന സമയത്ത്, മൃദുവാകുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലെ അനുഭവം എന്താണ്? അതിനുശേഷം ശരീരത്തിൻ്റെ റിലാക്സേഷൻ അല്ലെങ്കിൽ അയച്ചുവിടൽ കൈകളിലേക്ക് കൊണ്ടുവരിക, ചുമലിലേക്ക് കൊണ്ടുവരിക, കൈയുടെ മുകൾ ഭാഗം, കൈമുട്ടുകൾ, കൈകൾ, കൈവിരലുകൾ, അങ്ങനെ താഴേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശരീരത്തിൽ എവിടെയെല്ലാം സമ്മർദ്ദവും പിരിമുറുക്കവും അനുഭവപ്പെടുന്നുണ്ടോ അവയെ എല്ലാം ബോധപൂർവം അയച്ചുവിടുക, മൃദുവാക്കുക. എല്ലാ സമ്മർദ്ദവും ഇല്ലാതാക്കുക. എല്ലാ സമ്മർദ്ദവും അലിഞ്ഞു പോകട്ടെ. സുഖമായിരിക്കാൻ നിങ്ങൾക്ക് തന്നെ അനുവാദം കൊടുക്കുക. ഒരു തരത്തിലുള്ള വ്യാകുലതയും നിങ്ങളിൽ നിലനിൽക്കരുത്. വീണ്ടും ശരീരത്തിലേക്ക് തിരിച്ചു വരിക. നെഞ്ചിലെ സംവേദനകളെ അറിയുക. നിങ്ങളുടെ ഹൃദയത്തെ ഒരു പൂമൊട്ടായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിനെ വിരിയാൻ സമ്മതിക്കുക. നിങ്ങളുടെ ചുമലുകളെ അല്പം പുറകിലേക്ക് തള്ളുക. നെഞ്ചിനെ അല്പം വിരിയാൻ സമ്മതിക്കുക. ഒരു പൂമൊട്ട് ഒരു പൂവായിട്ട് വിരിയുന്നത് പോലെ, ഒരു പൂ വിരിയുന്നത് പോലെ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി സ്വതന്ത്രമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നെഞ്ചിൻ്റെ ഈ അയച്ചുവിടൽ പതുക്കെ വയർ വരെ കൊണ്ടുപോകുക, നാഭി വരെ കൊണ്ടുപോകുക. നിങ്ങളുടെ വയറിൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കുക. നാഭിയുടെ പ്രദേശത്ത് എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്ന് നോക്കുക. അവിടെ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാകുലതയായിരിക്കാം. ആ വ്യാകുലതയെ ബോധപൂർവം നിങ്ങൾ റിലാക്സ് ചെയ്യുക, അയച്ചുവിടുക. ശരീരം പൂർണ്ണമായിട്ടും അയഞ്ഞു നിൽക്കട്ടെ, വിരിഞ്ഞു നിൽക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉരുക്കിൻ്റെ വയറല്ല ഉണ്ടാകേണ്ടത്, മൃദുവായിട്ടുള്ള ഒരു വയറാണ് ഉണ്ടാകേണ്ടത്. അതിനാൽ എല്ലാ സമ്മർദ്ദത്തെയും അയച്ചുവിടുക. സുഖമായിട്ട് ഇരിക്കുക. ഒന്നിനെയും പിടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെയും സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ബോധപൂർവം ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുമൂലം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ നാഭിയെ പരിപൂർണമായിട്ടും അയച്ചുവിടുക. ആ സമയത്ത് നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. നിങ്ങൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ശ്രദ്ധ വയറിൽ നിന്നും പതുക്കെ അരക്കെട്ടിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള സമ്മർദ്ദം, മുറുക്കം ഇവയെ അയച്ചുവിടുക, മൃദുവാക്കുക. നിങ്ങളുടെ കാലുകളെ അയച്ചുവിടുക. ഈ അയച്ചുവിടലിൻ്റെ തരംഗങ്ങൾ നിങ്ങളുടെ കാലിലേക്ക് താഴേക്ക് പ്രവഹിക്കുന്നതായിട്ട് അറിയുക. നിങ്ങളുടെ തുടകൾ, കണങ്കാലുകൾ, നിങ്ങളുടെ പാദങ്ങൾ, നിങ്ങളുടെ കാൽവിരലുകൾ, നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശരീരത്തിലും താഴോട്ട് കൊണ്ടുവരിക. ശരീരത്തിലെ ഓരോ ഭാഗത്തും, ശരീരത്തിലെ ഓരോ ഇഞ്ചിലും നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം മുഴുവൻ അയച്ചുവിടുക. സമ്മർദ്ദമില്ലാതെ ഇരിക്കുക. ശരീരത്തെ മുഴുവൻ അറിയുക. അത് പൂർണ്ണമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. അടുത്ത 1-2 മിനിറ്റുകൾ നമ്മളുടെ ശ്രദ്ധ ശരീരത്തിൽ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലേക്കും കൊണ്ടുവരിക. ഇവിടെ അവിടെ ശരീരത്തിൽ എവിടെ സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ ശ്രദ്ധിക്കുക, അതിനെ അയച്ചുവിടുക. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വയർ അയച്ചുവിടുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ ഒരുപക്ഷെ മുറുകുന്നുണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ കാൽമുട്ടുകൾ അയച്ചുവിടുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ചുമലുകളിൽ സമ്മർദ്ദം ഉണ്ടായേക്കാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെ സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാലും മനസ്സിനെ ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്നേഹമുള്ള ആ ജാഗ്രത ആ സമ്മർദ്ദത്തെ ഇല്ലാതാക്കട്ടെ. ആ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ശ്രദ്ധ നിർത്തുക. ശരീരത്തിൽ എല്ലാ ഭാഗവും മൃദുവാക്കുക,
റിലാക്സ് ചെയ്യുക, അയച്ചുവിടുക. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് ശരീരത്തെ മൃദുവാക്കാൻ, റിലാക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഈ സമയത്ത് മനസ്സ് ഒരുപക്ഷെ അലഞ്ഞു തിരിയാൻ ആഗ്രഹിച്ചേക്കാം. വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് ചിന്തകളിലേക്ക് ആകർഷിക്കപ്പെടാം. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിനെ അതിലേക്ക് ആകർഷിക്കാം. അതിനാൽ നമ്മൾ ഒരു സാധാരണ വസ്തുവിനെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് മനസ്സിനെ വർത്തമാനകാലത്തിൽ നിർത്താൻ പരിശ്രമിക്കുന്നു. നമ്മളുടെ അറിവിൻ്റെ ആകാശത്തിൽ ശരീരത്തിൻ്റെ അസ്തിത്വത്തെ അറിയുക. ശരീരത്തിലെ എല്ലാ സംവേദനകളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയെ ശ്വാസത്തിൻ്റെ താളത്തിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ ശ്രമിക്കരുത്. അതിനോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യരുത്. ശരീരം അതിൻ്റെ താളത്തിനനുസരിച്ച് ശ്വസിക്കുന്നത് അനുഭവിക്കുക. ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധ ആ ശ്വാസത്തിൻ്റെ താളത്തിലായിരിക്കണം, ശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ആയിരിക്കണം. അതിലായിരിക്കണം ഇപ്പോൾ നമ്മുടെ പരിപൂർണ ശ്രദ്ധ. ഈ സമയത്ത് മനസ്സിൽ ഒരു ദൃഢനിശ്ചയം കൊണ്ടുവരിക. ഈ സമയത്ത് ഒന്നിലും തന്നെ എനിക്ക് ആഗ്രഹമില്ല. എത്ര തന്നെ വലിയ കാര്യങ്ങളാണെങ്കിലും, എത്ര തന്നെ വലിയ പ്ലാനുകൾ ആയിരുന്നാലും, ജോലികൾ ആയിരുന്നു കഴിഞ്ഞാലും, പ്രശ്നങ്ങൾ ആണെങ്കിലും, ചോദ്യങ്ങൾ ആണെങ്കിലും, ഓർമ്മകൾ ആണെങ്കിലും, എൻ്റെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ ശബ്ദങ്ങൾ ആണെങ്കിലും, അതിനെയെല്ലാം നമ്മൾ മൃദുവായിട്ട് ഒരു ഭാഗത്ത് വയ്ക്കുക. ഈ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ സ്വന്തം ശ്വാസത്തിൻ്റെ താളത്തെയാണ്. അതിൽ മാത്രമാണ് എനിക്ക് താല്പര്യം ഉള്ളത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം ആവശ്യമെങ്കിൽ ഞാൻ എടുക്കുന്നതാണ്. ഈ സമയത്തേക്ക് കുറച്ച് മിനിറ്റുകൾക്ക് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ ശ്വാസത്തിലായിരിക്കട്ടെ. അതിലൂടെ അനുഭവിക്കുന്ന സംവേദനകളെ നിങ്ങൾ പിന്തുടരുക. അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസം, അത് ശരീരത്തിൽ വളരെ ശക്തമായിട്ട് നിങ്ങൾ എവിടെ അനുഭവിക്കുകയാണെങ്കിലും, അത് നിങ്ങളുടെ നെഞ്ചിലായിക്കോട്ടെ, ഡയഫ്രത്തിലായിക്കോട്ടെ, നാസാദ്വാരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ തൊണ്ടയിലായിക്കോട്ടെ, ആ ശ്വാസത്തിൻ്റെ താളം നിങ്ങളെ പഠിപ്പിക്കട്ടെ. അത് അനുസരിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ അതിൽ നിലനിർത്തുക. മൃദുവായിട്ട്, ഉറപ്പായി, വളരെ സ്വാഭാവികമായിട്ട്, ശാന്തമായിട്ട് അതിൽ തന്നെ മനസ്സിനെ നിർത്തുക. വീണ്ടും നമ്മളുടെ ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ ശ്രദ്ധ ചിതറിപ്പോകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ശ്വാസം എന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള, ഒട്ടും തന്നെ നമുക്ക് ഉത്തേജനം തരാത്ത ഒരു പ്രക്രിയയാണ്. ഈ സമയത്ത് അതിനോട് ദയയും അതേപോലെ തന്നെ സഹനശക്തിയും അഭ്യസിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ പരാജയപ്പെടുമായിരിക്കാം, നിങ്ങളുടെ ശ്രദ്ധ ചിതറുന്നതായിരിക്കാം, മനസ്സ് ഒരുപക്ഷെ വ്യതിചലിക്കാം, ശരീരത്തിലുള്ള സംവേദനയിൽ നിങ്ങളുടെ ശ്രദ്ധ പോകാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണരാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടുള്ള കാര്യം നമ്മൾക്ക് ഓർമ്മ വരാം, അല്ലെങ്കിൽ സമയം വെറുതെ പോകുന്നതായിരിക്കാം, മനസ്സ് ഏതെങ്കിലും ചിന്തയിൽ പിടിച്ചിരിക്കാം. ആ സമയത്ത് വളരെ ക്ഷമയോട് കൂടിയിട്ട്, വളരെ മൃദുവായിട്ട് ആ ചിന്തകളെ പോകാൻ അനുവദിക്കുക. നമ്മളുടെ പുറത്തേക്ക് പോകുന്ന ശ്വാസം നമ്മളുടെ ശ്രദ്ധയില്ലായ്മയെ പുറത്തു കൊണ്ടുപോകട്ടെ. നമ്മളുടെ പുറത്തു പോകുന്ന ശ്വാസം നമ്മുടെ ശരീരത്തെ അയച്ചുവിടുന്ന ഒരു ദീർഘനിശ്വാസം ആയി മാറട്ടെ. ശ്വാസം പുറത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ് ആകട്ടെ. എത്ര തന്നെ തിടുക്കം ആയിട്ടുള്ള കാര്യമാണെങ്കിലും, എത്ര തന്നെ ഉത്തേജനം ചെയ്യുന്ന ഐഡിയ ആണെങ്കിലും, എത്ര തന്നെ കടുത്ത മാനസിക അസ്വസ്ഥത ആണെങ്കിലും,
ശ്വാസം പുറത്തു പോകുന്ന സമയത്ത് അവയെല്ലാം നിങ്ങൾ പുറത്തു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സ് വ്യതിചലിച്ചതായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് തോന്നുന്നുവോ ഉടൻ തന്നെ അതിനെ പുറത്തു പോകുന്ന ശ്വാസത്തിലൂടെ പുറത്തേക്ക് കളയുക. അതിനെ ഉപേക്ഷിക്കുക, അതിനെ പുറത്ത് കളയുക. അതിനുശേഷം സ്വാഭാവികമായിട്ട് ഊർജം തരുന്ന, ശ്രദ്ധയുടെ ഗുണമുള്ള അകത്തേക്ക് വരുന്ന ശ്വാസത്തിൽ വീണ്ടും ആരംഭിക്കുക. അതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസത്തിൻ്റെ പ്രക്രിയകളും ഗുണങ്ങളും സ്വാഭാവികമായിട്ട് വീര്യവും റിലാക്സേഷനും തരുന്നതാണ്. ഈ രണ്ട് ഗുണങ്ങളും നമ്മുടെ ശ്വാസത്തിൽ കലർന്നു കിടക്കുന്നതാണ്, പ്രകടമാകുന്നതാണ്, അതിൻ്റെ ഉള്ളിൽ ഉള്ളതാണ്. രണ്ടും ഒരുമിച്ച് നിലനിൽക്കുന്നതാണ്. ഒരു മരത്തിൻ്റെ ഉറപ്പും വഴക്കവും പോലെ. ഒരു മരം ഉറപ്പുള്ളതാണ്, നിവർന്നു നിൽക്കുന്നതാണ്, വളരെ ശക്തമായിട്ടുള്ളതാണ്. എന്നാൽ കാറ്റിനൊത്ത് അത് ആടുകയും ചെയ്യുന്നു. അതിന് ഈ രണ്ട് ഗുണങ്ങളും വേണം. അതിനാൽ നിങ്ങൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്ന സമയത്ത്, നിങ്ങളുടെ ശ്രദ്ധ നഷ്ടമായി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് അതിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കുക. മനസ്സ് എന്തിന് കടന്നു പിടിച്ചോ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കുക. വീണ്ടും ശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വീണ്ടും തുടങ്ങുക. നിങ്ങളുടെ മനസ്സ് അലയുന്ന സമയത്ത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളെ തന്നെ ശിക്ഷിക്കരുത്. ധ്യാനം എന്നത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് തോൽക്കുന്നത് എന്ന് പഠിക്കാനാണ്. എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്ന് പഠിക്കാനാണ്. അതിനെ തിരിച്ചറിയാനാണ്. ചിന്താക്കുഴപ്പങ്ങളെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കാനുള്ളതാണ്. എന്നിട്ട് വീണ്ടും തുടങ്ങാനാണ്. നമ്മൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല, കുറ്റപ്പെടുത്താനും ഒന്നും തന്നെ ഇല്ല. വീണ്ടും ഇവിടെ ഇപ്പോൾ ഉള്ള സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. വീണ്ടും വീണ്ടും ഇപ്പോൾ ഇവിടെയുള്ള സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. നമ്മളുടെ ശ്രദ്ധ ചിതറുന്ന സമയത്ത് അതിൻ്റെ ഗുണത്തെ നമ്മൾ തിരിച്ചറിയുക, അതിനെപ്പറ്റി അറിയുക. ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്ത് മനസ്സ് എന്ത് ഗ്രഹിച്ചിട്ടുണ്ടോ അതിനെ പുറത്ത് കളയുക. വീണ്ടും തുടങ്ങുക. നമ്മളുടെ ശ്രദ്ധയെ കുറച്ചുകൂടി പരത്തുക. നിങ്ങളുടെ മനസ്സ് കുറച്ച് സ്ഥിരമാകുന്ന സമയത്ത്, നേരെയാകുന്ന സമയത്ത്, ശ്വാസത്തിൽ വിശ്രമിക്കുന്ന സമയത്ത്, ഈ വർത്തമാന ക്ഷണത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും, അതിൽ ശ്വാസവും ഒരു അനുഭവമാണ്. നിങ്ങൾ നേരത്തെ ശ്വാസത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്, അതിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ പരിപൂർണമായിട്ട് എല്ലായിടത്തും പരത്തുക. ആ ശ്രദ്ധയെ വീണ്ടും വികസിപ്പിക്കുക. ഈ വർത്തമാന സമയത്ത് ഏതൊരു വസ്തു വരികയാണെങ്കിലും അതിനെ നിങ്ങൾ തിരിച്ചറിയുക. ആ ഓരോ ക്ഷണവും നിങ്ങളുടെ ശ്രദ്ധയെ അതിൽ നിർത്തുക. അത് ഒരു ശബ്ദമായിരിക്കാം, ശരീരത്തിൽ ഉള്ള ഒരു സംവേദനയായിരിക്കാം, മനസ്സിലുള്ള ഒരു ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ശ്വാസമായിരിക്കാം. അത് എന്തു തന്നെ ആണെങ്കിലും ശരി, ആ അനുഭവങ്ങൾ മുഴുവനും മൂർത്തമാകാൻ അനുവദിക്കുക. അത് അനുഭവിക്കട്ടെ, അതിനുശേഷം ഇല്ലാതാകട്ടെ. അപ്പോൾ സംഖ്യയുടെ ഒരു പ്രവാഹമാണ്, ഒഴുക്കാണ് അവിടെ ഉണ്ടാകുന്നത്. ആ സമയത്തും അതിനെ അറിയുന്ന ഒരു ഗുണം അവിടെയുണ്ട്. ആ അറിയലിൽ നമ്മുടെ ഹൃദയത്തെ നിർത്തുക. ആ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുണത്തിൽ നമ്മുടെ ഹൃദയത്തെ നിർത്തുക. പല കാര്യങ്ങളും മനസ്സിൽ ഉയർന്നു വരുന്നു, അതിനുശേഷം മാറിപ്പോകുന്നു. അവ പ്രത്യക്ഷപ്പെടുന്നു, അതിനുശേഷം അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞാനല്ല, എൻ്റെയല്ല. ഇത് എൻ്റെ ബോധത്തിൽ വരുന്ന ഒരു ചിത്രമാണ്, ഒരു ശബ്ദമാണ്, ഒരു സംഭവമാണ്, ഒരു ചിന്തയാണ്. ഇത് തീർച്ചയായിട്ടും ഞാനല്ല, എൻ്റെ അല്ല. ഇത് ഒരിക്കലും എൻ്റെ ആകുന്നില്ല. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണ്. ആ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുണത്തെ
അറിയുക. അതിൽ എല്ലാം ഒഴുകിപ്പോകാൻ അനുവദിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളെ ശ്രദ്ധിക്കൽ. നിങ്ങളുടെ മനസ്സ് വളരെ ചഞ്ചലമാണ്. മനസ്സിൽ കൂടുതൽ ചിന്തകൾ വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. തിരമാലകൾ വളരെ ശക്തമാണ്, ഓളങ്ങൾ നിങ്ങളെ വലിച്ചു കൊണ്ടുകയാണ് എങ്കിൽ നിങ്ങൾ നങ്കൂരം ഇടുക. നിങ്ങളുടെ അനുഭവങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ പെരുമാറുക. നേരത്തെ ഉറപ്പിച്ചിട്ടുള്ള ഒരു നിയമം അനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യരുത്. നിങ്ങൾ ശ്വാസത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് മനസ്സ് അലഞ്ഞു തിരിയുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ശ്വാസത്തിലേക്ക് പോകുക. വീണ്ടും നങ്കൂരം ഇടുക. നിങ്ങൾക്ക് ഇതുവരെ ഉറപ്പ് ഉണ്ടായിട്ടില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. നിങ്ങളുടെ മനസ്സ് സ്ഥിരമാണോ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ സ്ഥിരമാണ് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ അനുഭവത്തിൽ ശ്വാസത്തിൻ്റെ ഗതിയെയും ഉൾപ്പെടുത്തുക. ഈ സമയത്ത് അതായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം. ഈ ക്ഷണം മുഴുവൻ ഹൃദയം എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുന്നു, എന്നാൽ ഒന്നിനെയും തൻ്റേത് എന്ന് കരുതുന്നില്ല, ഒന്നിനെയും ഉപേക്ഷിക്കുന്നില്ല. എല്ലാറ്റിനെയും സ്നേഹത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നു. കരുണയോടുകൂടി അതിനെ ഉപേക്ഷിക്കുന്നു, അതിനെ ഇല്ലാതാകാൻ അനുവദിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ പതുക്കെ തുറന്നുകൊണ്ട് നിങ്ങളുടെ ധ്യാനത്തെ അവസാനിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലുകളെ നിങ്ങൾ പരത്തുക. ഇപ്പോൾ നിങ്ങളുടെ ധ്യാനം കഴിഞ്ഞിരിക്കുന്നു. ചോദ്യോത്തരങ്ങൾ 1. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ചിന്തകളിൽ നിന്ന് വിമുക്തമാക്കുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ശരിയാണോ? ഉത്തരം: തീർച്ചയായിട്ടും അത് ധ്യാനം കൊണ്ടുള്ള ഒരു ഉപയോഗമാണ്. മനസ്സിൽ ചിന്തകൾ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സുഖകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. എന്നാലും ആത്യന്തികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് ചിന്തിക്കാതിരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിസ്റ്റ് മനഃശാസ്ത്രത്തിൽ ചിന്തകൾ എന്ന് പറയുന്നത് ശബ്ദം, രൂപം, അതേപോലെ തന്നെ ഇന്ദ്രിയ വിഷയമാണ്. മോഹമോ പ്രശ്നമോ കൂടാതെ നമ്മൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള ശബ്ദം, രൂപം ഇവയെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മനസ്സിലുള്ള ചിന്തകളും. നമ്മളുടെ മനസ്സിൽ ഒരു ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ മനഃശാന്തിക്ക് തടസ്സമായിട്ടുള്ള കാര്യമല്ല. ചിന്തകളുടെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ആ ചിന്തകൾ എന്തിനെ പറ്റിയാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിലെ കഥകൾ, അതിനെപ്പറ്റിയുള്ള നമ്മളുടെ മുൻവിധി. ചിന്തകളിൽ പെടാതെ അതിനെ നോക്കുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നാം. മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള കാഴ്ച, ശബ്ദം, ഗന്ധം, രസം, സ്പർശം ഇവയെ ഒരുപക്ഷെ നമ്മൾക്ക് അങ്ങനെ നോക്കാൻ സാധിക്കും. പക്ഷേ ചിന്തയെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾക്ക് തോന്നാവുന്നതാണ്. ചിന്ത ഇവയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ളതാണ് എന്ന് നമ്മൾക്ക് തോന്നാവുന്നതാണ്. പക്ഷേ ഇത് സത്യമല്ല. ധ്യാനത്തിൽ വളരെ സമയമെടുത്ത് നമ്മൾ ധ്യാനം പുരോഗമിപ്പിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും അതേപോലെ ഏകാഗ്രമാക്കാനും സാധിക്കും. ആ സമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്തകളും പരിപൂർണമായിട്ടും നിൽക്കുന്നതാണ്. ഇത് നമ്മളുടെ അന്തിമ ലക്ഷ്യം അല്ലെങ്കിൽ കൂടി ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. എന്നാൽ അതിനേക്കാളും ഗുണകരമായിട്ടുള്ള കാര്യം നമ്മൾ അഭ്യസിക്കേണ്ടത് ചിന്തകളിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ചിന്തകളെ സമീപിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ടോ മനസ്സുകൊണ്ടോ ആ ചിന്തകളെ പിടിക്കുന്നില്ല. ശരീരത്തിലെ സംവേദനകളെപ്പോലെ അല്ലെങ്കിൽ സുഗന്ധത്തെപ്പോലെ അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ണിലെ കാഴ്ചകളെപ്പോലെ അല്ലെങ്കിൽ ശബ്ദത്തെപ്പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയെ ഒരിക്കലും മാറ്റിമറിക്കുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയെ അത് ഇല്ലാതാക്കുന്നില്ല, അതിനെ മറയ്ക്കുന്നില്ല. ചോദ്യം:
ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കയ്യിൽ ഒരു പേപ്പറും പേനയും പിടിച്ച് ഞാൻ അതിനെ എഴുതാൻ തുടങ്ങണോ? ഉത്തരം: നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും ശ്രമിക്കുകയാണ് എങ്കിൽ, വളരെ ഉത്തമമായിട്ടുള്ള ചിന്തകൾ വരികയാണെങ്കിൽ കൂടി ഏറ്റവും നല്ല നിങ്ങളുടെ പ്രതികരണം എന്നുള്ളത് അതിനെ പിന്നീട് വരാൻ അനുവദിക്കുകയാണ്. നിങ്ങൾ ഉള്ളിൽ പറയുക പിന്നീട്. അലൻ ജിൻസ്ബർഗ് ഒരു ശിബിരത്തിൽ പ്രേരണാദായകമായിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട്. ശിബിര സമയത്ത് അദ്ദേഹത്തെ കവിത എഴുതാൻ സമ്മതിച്ചിരുന്നില്ല. കവിത എഴുതാനുള്ള മനസ്സിൻ്റെ ആഗ്രഹത്തെ അടിച്ചമർത്താൻ അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. എന്നാൽ ശിബിരത്തിന് ശേഷം അദ്ദേഹത്തെ കവിത എഴുതാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. കാരണം അതിനുശേഷം അദ്ദേഹം എഴുതിയ കവിത കൂടുതൽ അന്തർജ്ഞാനം ഉള്ളതായിരുന്നു. ധ്യാനം കഴിഞ്ഞുള്ള ആ കവിത വളരെ ശക്തമത്തായിരുന്നു. ധ്യാനിക്കുന്ന സമയത്തുള്ള കവിതയേക്കാൾ ധ്യാനം കഴിഞ്ഞിട്ടുള്ള കവിത കുറച്ചുകൂടി നല്ലതായിരുന്നു, ശക്തമുള്ളതായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ വിപുലീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പേപ്പർ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മനസ്സിൻ്റെ വളരെ ആഴത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നോട്ട് ബുക്ക് എടുക്കാം, അല്ലെങ്കിൽ എഴുതാനുള്ള പാഡ് എടുക്കാം, എന്നിട്ട് ഒരു പേന എടുക്കാം. എന്നിട്ട് നിങ്ങൾ കണ്ണടയ്ക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. അതിനുശേഷം മനസ്സിലേക്ക് എന്ത് വരുന്നോ നിങ്ങൾ അത് ഉടൻ തന്നെ ആ പേപ്പറിൽ കുറിച്ച് വയ്ക്കുക. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഏകാഗ്രമാക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും മറ്റൊരു ചോദ്യം ചോദിക്കുക. ഈ സങ്കല്പത്തിൻ്റെ പ്രക്രിയ വളരെ ഗുണകരമായിരിക്കും. ഞാൻ ഈ പദ്ധതി വർഷത്തിൽ പല പ്രാവശ്യം ഉപയോഗിക്കാറുണ്ട്. പല തരത്തിലുള്ള പ്രക്രിയകൾക്കും അതേപോലെ തന്നെ പലതരത്തിലുള്ള അവസരങ്ങൾക്കും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ശരിയായിട്ടുള്ള ചിന്തകൾക്ക് ഇത് വളരെ നല്ല ഒരു ഉപാധിയാണ്. ചോദ്യം: എന്തിനാണ് നമ്മൾ ധ്യാനം പത്മാസനത്തിൽ ഇരുന്ന് ചെയ്യുന്നത്? ഉത്തരം: നമ്മളുടെ ശരീരത്തെ നമ്മൾ പത്മാസനത്തിലിരിക്കാൻ അഭ്യസിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഇരിപ്പിടമാണ് അത്. ആ സമയത്ത് നമ്മളുടെ ശരീരം പൂർണ്ണമായിട്ടും സന്തുലിതമാണ്. അതുമൂലം നമ്മളുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹത്തിന് തടസ്സം ഉണ്ടാകുന്നില്ല, അതിനെ അനുകൂലിക്കുന്നു. അതുമൂലം നമ്മളുടെ മനസ്സ് വളരെ ഉജ്ജ്വലമായിട്ട് തീരുന്നു. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ആയാസമില്ലാത്തതും ഉത്തമവുമായിട്ടുള്ള ഇരിപ്പിടം എന്ന് പറയുന്നത്. നമ്മൾ പത്മാസനത്തിൽ ഇരിക്കാൻ വളരെയധികം കാലം പരിശീലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ അയഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിപ്പ് വളരെ ഊർജം തരുന്നതും സന്തുലിതവുമാണ്. സുഖകരമായിട്ടുള്ള ആസനമാണ് അത്.